കണ്ട കാഴ്ച ഞാൻ മത്സ്യം വാങ്ങാൻ വന്നേരം കണ്ട കാഴ്ച. പാമ്പ് ചത്തിച്ചതാ. ഒരു പാമ്പ് ഏതോ വണ്ടി കയറ്റിയിട്ട് പാമ്പ് ചത്തിട്ട്. ഇങ്ങനെ എത്ര പാമ്പുകളാ ചാകുന്ന. പാവം എൻ്റെ ഈശോയേ. മത്സ്യം വാങ്ങാൻ പോയപ്പോൾ എപ്പം കുഞ്ഞാറ്റ എൻ്റെ ഒന്നിച്ച് തന്നെ വരും. കുഞ്ഞാറ്റതാ കാത്ത് നിൽക്കുന്നുണ്ട്. മത്സ്യം കിട്ടിയോ നോക്കിയിട്ട്. വയറുവേദനയുണ്ടെന്ന് തോന്നുന്നു. പുല്ല് തിന്നുന്നുണ്ട്. അതാണ് ഈ പൂച്ചകളെ വയറുവേദനയൊക്കെ ഉള്ള മരുന്നാണ് പുല്ല്. ആ വയറുവേദന മാറിയാടി ഡീ വയറുവേദന മാറിയാ? എന്നാ വീട്ടിൽ പോവാ. പുല്ല് നമുക്ക് മീൻ എന്നാ വാ. മീൻ വാ. നടക്ക് വാ. വേമ്പ നായി വരും വേമ്പ. വാ ഓടിക്കോ. ആ കുഞ്ഞാറ്റ എൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. സുന്ദരമായ ചെമ്പരത്തിപ്പൂ വിരിഞ്ഞിട്ട് കണ്ടോ. എന്താടി തോട്ടിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. തോട്ടിന്ന് വെള്ളം കവിഞ്ഞിട്ട് റോഡുമേലേക്കാന്ന് വരുന്നു. റോഡുമൂട്ട വെള്ളം ഒഴുകുന്ന കാഴ്ചയാണ് ഗൈസ് കാണുന്നത്. ദാ കുഞ്ഞാവാ വാ നടക്ക്. മുമ്പിൽ നടക്ക്. നടക്ക്. ഇതാ പൂച്ചേനെക്കാട്ടും വലിയൊരാളുണ്ട് ഇടാ. ഇതൊരു ഇപ്പം വന്നൊരു അതിഥിയാണ്. ഏന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നായ്ക്ക് കൊടുക്കണം. ഇതാ ഒരു 100 പോലെ അവലിപ്പം തിന്നു. എന്നിട്ട് ഈ അടുപ്പിൻ്റെ അടിക്കാ കൂടുക. ഈ വിറകിൻ്റെ അടിക്ക് ഇവിടെ കൂടും. അവർ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിക്കാൻ നോക്കുന്നുണ്ട്. പൂച്ചക്ക് ഇഷ്ടപ്പെടുന്നില്ല. മീൻ കിട്ടുന്നവരെ പൂച്ചേൻ്റെ കാര്യം അങ്ങനെയാ. നൈമറേ എന്നാ വേണ്ടേ? നൈമറേ നോക്ക്. ഇതാ നായ്ക്ക് കൊടുക്കല്ല എനിക്ക് തന്നേന്നും പറഞ്ഞുകൊണ്ട് പൂച്ച ഒരു വട്ടം എന്താ മേലോട്ട് നോക്കല. എന്നാ നായി എൻ്റെ പൊന്നാലെ വന്ന് മുറ്റത്തിരിക്കുന്നുണ്ട്. ഇയാൾ ആത്തൊക്കെ എൻ്റെ ഒന്നിച്ച് തന്നെ വരുന്നുണ്ട്. നൈമറ അതിൻ്റെ ആ വിറകിടുന്നതിൻ്റെ അടിക്ക് കയറി കൂടി അവിടെ കിടന്നു. മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പം കിട്ടൂലെന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കൂടി. പൂച്ചതാ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇനി ഇത് കിട്ടുന്നവരെ തരുവേ